ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ നെഗറ്റീവ് നമ്പേഴ്സ് അഥവാ ന്യൂനസംഖ്യകളിലെ അവസാനത്തെ പാർട്ടാണ്. അതായത് പേജ് നമ്പർ 139 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് y when x is taken as 2, -2, 1/2, -1/2 in the equation y equal to 1/x. അപ്പം നമ്മുടെ ഇക്വേഷൻ, നമ്മുടെ സമവാക്യം y ഈക്വൽ ടു 1/x ആണ്. അതിനകത്ത് എക്സിന് കൊടുക്കേണ്ട വിലകളാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ എക്സ് 2 ആണെങ്കിൽ y എന്ത് വരും? 1/2 വരും. അത്രേ ഉള്ളൂ. ഇനി എക്സ് -2 ആണെങ്കിലോ y ഈക്വൽ ടു 1/-2. നമ്മൾ ഡിനോമിനേറ്ററിൽ അഥവാ ഛേദത്തിൽ നെഗറ്റീവ് എഴുതാറില്ല. അപ്പോൾ -1/2. ഇനി ഇത് ഡെസിമലിൽ എഴുതണമെങ്കിലോ 0.5, ഹാഫ്, പകുതി, 0.5. അപ്പോൾ ഇത് -0.5. ഇനി മൂന്നാമത്തെ എക്സ് ഈക്വൽ ടു 1/2 ആകുമ്പോൾ y ഈക്വൽ ടു, ഇവിടെ ശ്രദ്ധിക്കുക, എക്സിനാണ് 1/2. ഇവിടെ ഓൾറെഡി 1/ പിന്നെ എക്സിൻ്റെ വില 1/2 എന്ന് കൊടുക്കുക. അപ്പം ഡിനോമിനേറ്ററിൽ അഥവാ ഛേദത്തിൽ ഒരു ഭിന്നസംഖ്യ വരുമ്പോൾ എന്താ ചെയ്യുന്നത്? അംശത്തിലുള്ള, അതായത് മുകളിലുള്ളത് അതേപോലെ എഴുതിയിട്ട് ഈ ഛേദത്തിൻ്റെ റെസിപ്രോക്കൽ കാണുക, എന്നിട്ട് അതുകൊണ്ട് ഗുണിക്കുക. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? 1/2ൻ്റെ റെസിപ്രോക്കൽ അതിനെ നേരെ തിരിച്ചിടുക, 2/1. അപ്പോൾ എത്ര ആൻസർ? 1 × 2 2, 2/1 2 തന്നെ. ഇനി എക്സ് ഈക്വൽ ടു -1/2 ആണെങ്കിലോ y ഈക്വൽ ടു 1/-1/2. അപ്പോൾ അവിടെ ഒരു മൈനസ് വരുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 × -2/1 ഈക്വൽ ടു -2 എന്ന് ആൻസർ കിട്ടും. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. നമ്മുടെ ചോദ്യം ഇതാണ്, കാൽക്കുലേറ്റ് y when x ഈക്വൽ ടു -2 ആൻഡ് x ഈക്വൽ ടു -1/2 ഇൻ ദ ഇക്വേഷൻ y ഈക്വൽ ടു 1/x - 1 പ്ലസ് 1/x + 1. അപ്പോൾ y ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സിന് ആദ്യം നമുക്ക് -2 ഇട്ട് കൊടുക്കാം. എക്സ് ഈക്വൽ ടു -2 കൊടുക്കാം. അപ്പോൾ 1/x എവിടെയുണ്ടോ അവിടെ -2 - 1 പ്ലസ് 1/xന് -2 + 1 ഈക്വൽ ടു 1/, ഇത് രണ്ടും നെഗറ്റീവാണ്, കൂട്ടിയിട്ട് നെഗറ്റീവ് സൈൻ ഇടുക, 2 1 3 നെഗറ്റീവ് സൈൻ ഇടുക, പ്ലസ് 1/, ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആകുമ്പോൾ ഫൈറ്റ് ആണ്, സബ്ട്രാക്ട് ചെയ്യണം. 2ൽ നിന്ന് 1 പോകുമ്പോൾ 1 വലിയ നമ്പർ 2 ആയതുകൊണ്ട് അതിൻ്റെ ചിഹ്നം ഇടുക. ഇനി ഞാൻ പറഞ്ഞു നേരത്തെ, ഡിനോമിനേറ്ററിൽ അഥവാ ഛേദത്തിൽ നമ്മൾ സാധാരണ നെഗറ്റീവ് ഇടുകയല്ല, അപ്പോൾ അംശത്തിലേക്ക് കൊണ്ടുപോയി. ഇനി 1/1 എന്താണ്? 1 തന്നെയാണ്. പിന്നെ ഈ മൈനസ് ഇട്ടാൽ മതി, പ്ലസും മൈനസും കൂടെ വരുമ്പോൾ മൈനസ് ഇട്ട് 1 എന്ന് എഴുതിയാൽ മതി. ഇനി നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ 1/1 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, തെറ്റല്ല, ശരി തന്നെയാണ്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 × 1 -1, ഈ മൈനസ് ഇടുക, 3 × 1 3 ബൈ ഈ 3 × 1 3. അപ്പോൾ എന്ത് വന്നു? ന്യൂമറേറ്ററിൽ അംശത്തിൽ രണ്ടും നെഗറ്റീവാണ്, കൂട്ടിയിട്ട് നെഗറ്റീവ് സൈൻ ഇടുക. അപ്പോൾ -4/3 ആൻസർ ആയല്ലോ. ഇനി നമുക്ക് എക്സ് ഈക്വൽ ടു -1/2 കൂടെ കൊടുക്കണം. ഇതേ ഇക്വേഷനിൽ തന്നെ y കണ്ടുപിടിക്കണം. അപ്പോൾ 1/-1/2, എക്സിൻ്റെ സ്ഥാനത്ത് -1/2 - 1 പ്ലസ് 1/-1/2 പ്ലസ് 1. 1/2 എന്ന് പറഞ്ഞാൽ ഹാഫ് അല്ലേ? ഇത് രണ്ടും നെഗറ്റീവാണല്ലോ, അപ്പോൾ കൂട്ടിയിട്ട് നെഗറ്റീവ് സൈൻ ഇടുക ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ 1/1 വരെയും കൂടെ കൂട്ടുമ്പോൾ എത്ര? 1.5 അല്ലെങ്കിൽ 3/2. അപ്പോൾ -3/2 പ്ലസ് ഇവിടെ 1 നെഗറ്റീവ് മറ്റ് പോസിറ്റീവ് ആകുമ്പോൾ കുറയ്ക്കണം. 1ൽ നിന്ന് 1/2 കുറയ്ക്കുമ്പോൾ 1/2. വലുത് 1 ആണ്, അതിൻ്റെ ചിഹ്നം പോസിറ്റീവാണ്. അപ്പോൾ 1/2. ഇനി ഇത് ഞാൻ പറഞ്ഞു, ഡിനോമിനേറ്ററിലെ ഭിന്നസംഖ്യ ഫ്രാക്ഷന് നമ്മൾ തിരിച്ചിടണം അല്ലേ? അപ്പോൾ 1 × നോക്കാം, ഡിവിഷൻ മാറി മൾട്ടിപ്ലിക്കേഷൻ ആകും. 1 × any നമ്പർ അത് തന്നെയാണ്. ഈ മൈനസ് ഇടുക, 2/3. ഇനി ഇവിടെയും അതുപോലെ, മുകളിൽ 1 ആയതുകൊണ്ട് പ്രശ്നമില്ല, 1 എഴുതേണ്ട ആവശ്യമില്ല. തിരിച്ചിടുമ്പോൾ ഛേദത്തിന് തിരിച്ചിടുക. 1/2 എന്നുള്ള 2 ആകും. 2/1 എന്ന് പറഞ്ഞാൽ 2 തന്നെ.
അപ്പോൾ +2. 2/1 എന്ന് എഴുതിക്കോ, കുഴപ്പമില്ല. ഇനി ഇത് തമ്മിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. -2 × 1 -2, ഈ പ്ലസ് ഇട്ടു. 3 × 2 6 / 3 × 1 3. ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആകുമ്പോൾ കുറയ്ക്കണം. 6 × 2 ആകുമ്പോൾ 4. വലുതിൻ്റെ ചിഹ്നം പോസിറ്റീവ് ആയിട്ട് 4. 4/3. ഉത്തരവായല്ലോ. ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം ചെയ്യാം. 140ാമത്തെ പേജിൽ മൂന്നാമത്തെ ചോദ്യം ഇതാണ്. കാൽക്കുലേറ്റ് Z when x and y are taken as the numbers below in the equation. Z = x/y minus y/x. ഇവിടെ 3 പാർട്ടുണ്ട്, 3 വിലകൾ തന്നിട്ടുണ്ട് എക്സിനും വൈക്കും. ആദ്യത്തേതാണ് x = 10 y = -5. അപ്പോൾ Z ആണ് നമുക്ക് കാണേണ്ടത്. എക്സിൻ്റെ സ്ഥാനത്ത് 10 ഇടുക, വൈയുടെ സ്ഥാനത്ത് -5, -y-യുടെ സ്ഥാനത്ത് -5 എക്സിൻ്റെ സ്ഥാനത്ത് 10. ഈ മൈനസ് ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. പിന്നെ വൈയുടെ വില മൈനസ് ആയതുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത്. ഇനി 2 നെഗറ്റീവ് അടുത്ത് വരുമ്പോൾ അത് പ്ലസ് ആകുമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ഡിനോമിനേറ്ററിൽ നെഗറ്റീവ് ന്യൂമറേറ്ററിലേക്ക് പോകും. പിന്നെ 10 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ആണ്. അപ്പോൾ -2 എന്ന് എഴുതാം. പ്ലസ് 5നെയും 10നെ കൂടെ ക്യാൻസൽ ചെയ്ത് ഡിനോമിനേറ്ററിലാണ് 2 വരുന്നത്. 2 നെഗറ്റീവ് കൂടുമ്പോൾ പ്ലസ് ആയി. ഇപ്പോൾ 1/2. അപ്പോൾ -2 + ½ അല്ലേ. 2ൽ ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആണ്. അപ്പോൾ കുറയ്ക്കണം. 2ൽ നിന്ന് ഹാഫ് പോയാൽ എത്ര? 1.5 അല്ലേ. -1.5. കാരണം എന്താ, വലിയ നമ്പർ 2 ആണ്, അതിൻ്റെ സൈൻ മൈനസ് ആയതുകൊണ്ടാണ് -1.5. ഇനി -3/2 എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. ഇവിടെ LCM വെച്ചിട്ട് ചെയ്താൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. എങ്ങനെ ചെയ്താലും സെയിം ആൻസർ തന്നെ കിട്ടും. ഇനി രണ്ടാമത്തെ വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. x = -10 y = 5. ഇവിടെ Z തന്നെയാണ് കാണേണ്ടത്. Z = x -10 / y 5 മൈനസ് y എന്ന് പറയുന്ന 5 / -10. അപ്പം ഇവിടെയും 10/5 2 ആണ്. അപ്പം -2 എന്ന് വരും. 2 നെഗറ്റീവ് അടുത്ത് വന്നപ്പോൾ അത് പോസിറ്റീവായി. 5/10 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പം ഇവിടെയും സെയിം നമ്പർ തന്നെ അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ സെയിം ആൻസർ അല്ലേ വരത്തുള്ളൂ, -1.5. ഇനി മൂന്നാമത്തെ നോക്കാം. x -10 y -5. 2 നെഗറ്റീവാണ് കിടക്കുന്നത്. അപ്പോൾ Z ആണ് കാണേണ്ടത്. x -10 / y -5 മൈനസ് y -5 / x -10. നെഗറ്റീവ് ബൈ നെഗറ്റീവ് പോസിറ്റീവ് ആവും. ഇവിടെ നെഗറ്റീവ് ബൈ നെഗറ്റീവ് പോസിറ്റീവ് ആവും. പിന്നെ എന്തുണ്ട്, 10/5 എത്രയാണ്? 2. എന്നിട്ട് ഈ മൈനസ് എഴുതുക. ഈ 2 നെഗറ്റീവ് ഡിവൈഡ് ചെയ്തപ്പോൾ പോസിറ്റീവായി. 5/10 എന്ന് പറഞ്ഞാൽ 1/2. അപ്പോൾ 2ൽ നിന്ന് ഹാഫ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 1.5. 2ൽ നിന്ന് ഹാഫ് പോയപ്പോൾ 1.5. മനസ്സിലായാലോ? എല്ലാ ചോദ്യങ്ങളും എഴുതി പഠിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.